അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല മുഖങ്ങളും ഇപ്പോൾ നമ്മുടെ കൂടെ അല്ല. ഞാനിത് പറയുമ്പോൾ കുറേ ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാർ, പല ആളുകൾക്കും ഉമ്മനെ നഷ്ടപ്പെട്ടു, ചിലർക്ക് വാപ്പനെ നഷ്ടപ്പെട്ടു. അങ്ങനെ പല പല മുഖങ്ങളും ഒപ്പം ജോലി ചെയ്ത ആളുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു കവി പറഞ്ഞ വാചകമാണ് ഓർമ്മ വരുന്നത്. കം കുൻത തഅരിഫു മിമ്മൻ സ്വാമ ഫി സലഫിൻ മിംബൈനി അഹ്ലിൻ വ ഇഖ്വാനിൻ വ ജീറാനി അഫ്നാഹുമുൽ മൗത്തു ഫസ്തബഖാക ബഅദഹുമു ഹയ്യൻ ഫമ അഖറബുൽ ഖാസിമിനത്താനി. നിൻ്റെ മുൻകഴിഞ്ഞു പോയ കഴിഞ്ഞൊരു വർഷം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിൻ്റെ കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികളൊക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ അവരൊന്നും ഇപ്പം ഇല്ല. അവരൊക്കെ മണ്ണിനടിയിലാണ്. മരണം അവരെ തിരിച്ചു വിളിച്ചു. അള്ളാഹുവിൻ്റെ വിധിക്ക് ഒരു ഉത്തരം നൽകി. പക്ഷേ നീ ബാക്കിയായി. മരണം അവരെ കൊണ്ടുപോയപ്പോൾ നീ ഇപ്പോൾ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ എനിക്ക് 30 ഇനി 60 വയസ്സ് വരെ ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. പക്ഷേ നീയും അവരും തമ്മിലുള്ള അകലം ഭയങ്കര ഇനിയും ഒരുപാടുണ്ടെന്ന് വിചാരിക്കരുത്. എനിക്ക് 30 ഇനി 60 വയസ്സായിട്ട് വേണം എന്ന് വിചാരിക്കരുത്. നമുക്കും അവർക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ 6 അടി മണ്ണിന് താഴെ അവർ ജീവിക്കുന്നുണ്ട്. ഒരു മീസാൻ കല്ലിൻ്റെ അകലേ ഉള്ളൂ. അതിലേക്കുള്ള ഒരു ചെറിയ കാരണം ഉണ്ടായാൽ മതി. നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും നമ്മുടെ രക്തധമനിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു വെയിനിന് ചെറിയൊരു സ്ട്രോക്ക് വന്നാൽ ചെറിയ ചെറിയ കാരണങ്ങൾ മതി രാത്രി ഒപ്പം കിടന്നവരിൽ പലരെയും അവരുടെ മരണവാർത്തയാണ് രാവിലെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ഈ റമളാൻ മാസത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ അടുത്ത റമളാനിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം ഇല്ലെങ്കിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈയൊരു അവസരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ബോധ്യപ്പെട്ട് ഇതിനുപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.